ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോസ്. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ തിരുവനന്തപുരത്തെ LDC എക്സാം കഴിഞ്ഞു അല്ലേ ഇന്നലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 4ാമത്തെ വീഡിയോ ആണ്. 3 വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മളിപ്പോൾ ആൾറെഡി 4 ചോദ്യങ്ങൾ ചെയ്തു. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്നതാണ്. 4 ചോദ്യങ്ങളും 2000 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് കവർ ചെയ്ത ഒരാൾക്ക് 2020 മുതൽ 2024 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഉത്തരം എഴുതാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്നുള്ള 2 ചോദ്യം കുറച്ചുകൂടി കണക്റ്റഡ് ഫാക്ട്സിലേക്ക് പോകുന്നതാണ്. എങ്കിലും അതും എന്തെന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി നാറ്റോ ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ്. നാറ്റോയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മുന്നുണ്ടായിട്ടുണ്ട്. ആ ചോദ്യം ശ്രദ്ധിക്കുകയും അതിനോടനുബന്ധിച്ച് നാറ്റോ പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് ഇതിന് ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, നാറ്റോയുമായി എന്താ നാറ്റോ ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാവാനുള്ള കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം നാറ്റോയിലേക്ക് തൊട്ടടുത്ത കാലങ്ങളിലായി കുറച്ച് അംഗങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട്. ഈ രണ്ടും കൂടി ചേർന്നാണ് നാറ്റോയ്ക്ക് പ്രാധാന്യം കൈവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ എല്ലാ അന്താരാഷ്ട്ര സംഘടനകളുടെയൊന്നും നിങ്ങൾ പേരും അതിൻ്റെ വർഷവും അതിൻ്റെ ആസ്ഥാനവും ഒക്കെ പഠിച്ചോളൂ. പക്ഷേ എൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതായത് അതിന് നിങ്ങൾ ആശ്രയിക്കേണ്ടത് ഈ 2 ചോദ്യങ്ങൾക്ക്, അതായത് ഇനി വരാൻ പോകുന്നത് ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ ഭാഗത്തുനിന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് വരാൻ പോകുന്നത്. ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിലെ ചരിത്രത്തിലെ 1, 2 പാഠങ്ങളൊന്ന് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അതായത് നമുക്കൊരു 10ഓ 12ഓ മാർക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ബാക്കിയുള്ള മാർക്കുകളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ബാക്കി 10-12 മാർക്കിനുള്ളത് വിശാലമായി പഠിക്കണം, ചെറുതായിട്ടൊന്നും പഠിച്ചാൽ പോരാ. ആദ്യം ഇത് പഠിച്ചുറപ്പിക്കലാണ് ആ SCERT ടെക്സ്റ്റ് ബുക്ക്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 90 മുകളിൽ മാർക്ക് നിങ്ങൾക്ക്, 90-അടുത്ത് മാർക്ക്, 90 മാർക്ക്, 10 മാർക്കൊക്കെ അതിനപ്പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പം നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് എന്നതാണ്. ഇത് SCERT ബുക്കിൽ നാറ്റോയെ കുറിച്ചിട്ട് ആകെ ഒരു വാക്കു മാത്രമേ ഉള്ളൂ. അവിടെ SCERT ബുക്കിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. മുൻകാല ചോദ്യങ്ങളെ തന്നെയാണ് നമ്മൾ ഇവിടെ പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 സ്ഥാപിതമായത്. അത് ശരിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവ ആണ്, അതും ശരിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവ ആണ്, അത് തെറ്റാണ്. അതിലേതാണത്? അത് തെറ്റാണ്. രണ്ടാമത്തേത് തെറ്റാണ്. ഇതിൽ അവസാനമായി ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? ബ്രസൽസ് ആണ്. ഓക്കെ, നമുക്ക് പറയാതെ. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്, ശരിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്, അത് തെറ്റാണ്. ചൈന ഈ നാറ്റോ സഖ്യത്തിലില്ല. ഉക്രൈൻ എവിടേക്ക് പോകും? ഉക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കാം എന്നുള്ളതാണ് റഷ്യയെ ചൊടിപ്പിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ് യുദ്ധത്തിനൊരു കാരണമാകുന്നതും തന്നെ. അപ്പം നിങ്ങൾക്കറിയാലോ, ഉക്രൈൻ യുദ്ധം നിങ്ങൾ പഠിച്ചിരിക്കണം. റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. അങ്ങനെ പഠിക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധം ഉണ്ടാവണം. റഷ്യ ഉക്രൈൻ യുദ്ധവുമായും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം, ആ യുദ്ധവുമായി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് കാരണമാകുന്നത് ഉക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കും എന്നുള്ളതാണ് അതിന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാരണം. അതല്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതാണ് റഷ്യ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. പല റഷ്യൻ അനുകൂല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും പറയുന്നത് അതാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചൈനയുടെ അംഗത്വ പ്രവേശനം ഇല്ല, നാറ്റോയിൽ ചൈനയിൽ ഇല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. ഇതറിയാവുന്ന ഒരാൾക്കറിയാം 4 തെറ്റാണ്. ഓക്കെ, പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാറ്റോയ്ക്ക് പ്രാധാന്യം വന്നതുകൊണ്ട്
അതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണെന്നും അതിൽ പറഞ്ഞിരിക്കും. ആ കറണ്ട് അഫയേഴ്സ് നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ കണക്റ്റഡ് ഫാക്ട്സ് ആയിട്ട് പഠിക്കുമ്പോൾ നാറ്റോ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നോക്കൂ, 1949 ഇത് സ്ഥാപിതമായത് എന്നുള്ളത് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് മാത്രമെന്നോ ഈ 1, 2 എന്നുള്ളതോ ഓപ്ഷൻ പോയി. ഇനി അവിടെ 4ഉം 2ഉം 4ഉം തമ്മിൽ പരിശോധിച്ചാൽ മതി. അപ്പം 4 നമുക്കറിയാം ആൾറെഡി എന്താണ്, നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. 4 തെറ്റാണ്. ഉക്രൈൻ്റെ പ്രവേശനമാണ് ആ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമാകുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. അതുകൊണ്ട് അവിടെ ഈസിയായി ആ കറണ്ട് അഫയേഴ്സ് അറിയാവുന്ന ഒരാൾക്ക് അത് ഈസി ആയിട്ട് മുറിച്ചു കിടക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നാറ്റോയെ കുറിച്ചൊന്ന് പഠിക്കാം. 1949 ഏപ്രിൽ 4 നാറ്റോ നിലവിൽ വരുന്നത്. ശീതയുദ്ധത്തെ തുടർന്നുള്ള ഒരു സൈനിക സഖ്യമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ശക്തിയും റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ശക്തിയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 2 രാജ്യങ്ങളുടെ കീഴിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അണിനിരക്കുകയും അതേസമയം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ചേരിചേരാ നയം സ്വീകരിക്കുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അന്നത്തെ ഇരുധ്രുവ ലോകം എന്ന് പറയും. ഇന്ന് അമേരിക്കയെ ആശ്രയിച്ച ഏകധ്രുവ ലോകമാണെന്നാണ് പറയുക. അപ്പോൾ അതിന് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി. അപ്പൊ ഇത് എന്തിന്റെ പേരിലാണ് വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി എന്ന് പറയുമ്പോൾ? അതിന്റെ പേരിലാണ് ആ ഉടമ്പടി. അതിന്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ. ഈ നാറ്റോയില് ബെൽജിയത്തിന്റെ ബ്രസൽസിലാണ് ഇതിന്റെ ആസ്ഥാനം. ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ ഈ നാറ്റോയിലെ അംഗരാജ്യങ്ങൾക്കെതിരെ അംഗരാജ്യങ്ങളല്ലാത്ത ഒരു രാജ്യത്തിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കും എന്നതാണ് ഈ സഖ്യം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 12 രാഷ്ട്രങ്ങൾ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ 32 അംഗങ്ങളുണ്ട്. നാറ്റോയിൽ ഇന്ന് 32 അംഗങ്ങളുണ്ട്. ഇസ്രയേലും നാറ്റോയുമായി പ്രത്യേക ബന്ധം തന്നെയുണ്ട് കേട്ടോ. ഇസ്രയേലിന് നാറ്റോയിൽ അംഗത്വമില്ലെങ്കിലും ഇസ്രയേലിന് നാറ്റോയിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഉക്രൈൻ നാറ്റോ അംഗത്വം നേടാൻ ശ്രമിക്കുന്നത് റഷ്യയെ ചൊടിപ്പിച്ചിരുന്നു. ഇത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം. നാറ്റോയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇപ്പൊ നാറ്റോ വളരെ ഹോട്ടായ ഒരു കറണ്ട് അഫയേഴ്സ് എന്നുള്ള നിലയിലാണ് ചോദ്യത്തിൽ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഫിൻലാൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളും നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കുന്നുണ്ട്. എപ്പോൾ ഫിൻലാൻഡിന് നാറ്റോ അംഗത്വം കിട്ടി? 31ാമത്തെ രാജ്യമായി 2023 ഫിൻലാൻഡ് അംഗത്വം നേടി. ഓക്കെ അല്ലേ? ലോകത്തെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യമാണ് ഫിൻലാൻഡ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? 2024 ഹംഗറി പാർലമെന്റ് സ്വീഡന്റെ നാറ്റോ പ്രവേശനത്തിന് അംഗീകാരം നൽകി. അപ്പൊ 2 ലോക മഹായുദ്ധങ്ങളിലും ഒരു ചേരിയിലും നിൽക്കാതെ നിഷ്പക്ഷത പുലർത്തിയിരുന്ന, ശീതയുദ്ധകാലത്തും നിഷ്പക്ഷത പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു സ്വീഡൻ. പക്ഷെ അതിൻ്റെ 200 വർഷത്തെ നിഷ്പക്ഷതയും സൈനിക സഖ്യേതര നയവും ഉപേക്ഷിച്ചാണ് സ്വീഡൻ നാറ്റോയിൽ ചേരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. അത് ആ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രത്തിന്റെ ഭാഗമായി ഒരു ചോദ്യം വന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ എൻ്റെ അഭിപ്രായം അതാണ്. എല്ലാ ഭാഗങ്ങളും പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ ചോദ്യത്തിന്റെ പാറ്റേൺ മനസ്സിലാക്കി നന്നായി പഠിച്ച് എന്ത് ചെയ്യുക, പിന്നെ നമ്മളതൊക്കെ തറോ ആയതിനു ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ സ്വീഡൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ ഒരു ഭാഗമായി അല്ലേ? എന്നായത് 7 മാർച്ച് 2024. ഉക്രൈൻ നാറ്റോ മെമ്പർ ആണോ? അല്ലട്ടോ. ഉക്രൈൻ അംഗത്വം കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു. ഉക്രൈൻ ഒരു നാറ്റോ മെമ്പർ അല്ല. ഉക്രൈൻ ഒരു പാർട്ട്ണർ കൺട്രിയാണ്, സ്നേഹമുള്ള ഒരു കൺട്രിയാണ്. അതായത് നാറ്റോയുമായി ഒരു പ്രത്യേക ബന്ധമുണ്ട്, പക്ഷേ സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇല്ല. ആക്രമിച്ചാൽ അംഗരാജ്യങ്ങളെ ഒരാളെ ആക്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളും കൂടി തിരിച്ച് ഒന്നിച്ച് സൈനിക ശക്തിയായി ആക്രമിക്കുമെന്നുള്ള സഖ്യമില്ല. ക്ലിയർ ആയല്ലേ? ഉക്രൈൻ അംഗമായാൽ റഷ്യ ആക്രമിച്ചാൽ ഇവരൊക്കെ റഷ്യയെ ചെറുക്കണ്ട, റഷ്യയെ തിരിച്ച് ആക്രമിക്കേണ്ട അവസ്ഥ വരും. ഇനി നോക്കൂ, ഈ ചോദ്യം PSCക്ക് മുന്നേ വന്നിട്ടുണ്ട്. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേത്?
നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ ആ നാറ്റോയെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യമേതാണ്? ഫിൻലൻഡ്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുമല്ലോ, ഇപ്പോൾ ഏതെങ്കിലും രാജ്യം വന്നിട്ടുണ്ടോ? യെസ്, സ്വീഡൻ ഉണ്ട്. നാറ്റോയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? യെസ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണം ഒന്നതാണ്. ഇസ്രായേലുമായി നാറ്റോയ്ക്ക് എന്തുണ്ട്? ഒരു ബന്ധമുണ്ട്. അതിൻ്റെ ആസ്ഥാനം ബ്രസൽസിലാണ്, ബെൽജിയത്തിലെ. ഇങ്ങനെയാണ് പഠിച്ചു പോവാൻ. അപ്പൊ PSC ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ വെറുതെ കാണാൻ പാഠം പഠിക്കുകയല്ല, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം കണ്ടു എന്ന് വിചാരിച്ചോളൂ, ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഗൈഡിൽ നോക്കിയാൽ കിട്ടുന്ന ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ആ റാങ്ക് ഫയലിലും ഉണ്ടായിരിക്കില്ല ഇത്തരം ചോദ്യങ്ങളൊന്നും. ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ ആ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നാറ്റോ 2023 UPSC എന്ന് അടിച്ചു നോക്ക്. IASനുള്ള ഒരുപാട് ലേഖനങ്ങൾ കിട്ടും. അതിന്ന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി, വല്ലാതെ പരത്തി എടുക്കണം. ക്ലിയർ ആയല്ലോ? താഴെ കൊടുത്ത ജോഡികളിൽ അപ്പൊ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട, നമ്മുടെ കോഴ്സ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ ശൈലിയാണ് അവലംബിക്കുന്നത്. പഠിക്കേണ്ടത് മാത്രം പഠിപ്പിച്ചു വിടുന്നു. ഓക്കെ, അത് നന്നായി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു, അത് ഉറപ്പിക്കുന്നു. താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? ഈ 4ാമത്തെ ചോദ്യം കുറച്ച് സ്കോപ്പ് കടന്ന ചോദ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ ലോങ് മാർച്ച് ഒഴികെ മറ്റൊന്നും തന്നെ SCERT ബുക്കിലില്ല. മറ്റൊന്നും തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല അധികം. അപ്പൊ ഈ എൻ്റെ ശ്രദ്ധയെ വിട്ടുപോയതാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അധികം. അപ്പൊ ഇവിടെ നിങ്ങൾ എടുക്കേണ്ട ഒരു അപ്രോച്ച് എന്താ? നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യം പഠിക്കാൻ പോയാൽ നിങ്ങളുടെ കാര്യം അപകടത്തിലായിരിക്കും. അവിടെ നിങ്ങൾ പഠിച്ചത് ഉറപ്പിക്കലാട്ടെ പ്രധാനം. ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറും. പക്ഷെ ഒരു ചോദ്യം ഇങ്ങനെ വന്നാൽ അപ്പം പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ ഇവിടെ റോബോസ്പിയർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് എന്താ പറയുക, 10ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം അല്ലേ? ലോക ചരിത്രം പഠിക്കുമ്പോൾ 1ഉം 2ഉം പാഠം നമ്മൾ പഠിച്ചാൽ മതി. അവിടെ റോബോസ്പിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭീകര പ്രവർത്തനം അതായത് ആ ഭീകര പ്രവർത്തന കാലഘട്ടം എന്നാണ് റോബോസ്പിയർ ഫ്രാൻസ് ഭരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുന്നത് അല്ലേ? അവിടേക്ക് നമുക്ക് പോവാം. പക്ഷെ ജാക്കോബിൻ ക്ലബ്ബുമായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക ആരെയാണ്? ടിപ്പു സുൽത്താനെയാണ്. ടിപ്പു സുൽത്താൻ ജാക്കോബിൻ ക്ലബ്ബിൽ അംഗത്വം എടുത്തു എന്ന് കണ്ട് അവിടെ നമ്മൾ ഇന്റലിജന്റ് ഗസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് തെറ്റാണ് എന്ന് എഴുതും. അപ്പൊ ഇന്റലിജന്റ് ഗസ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, കൃത്യമായി ആലോചിച്ചിട്ട് വേണം. സാധാരണ ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമെടുത്ത ആള് ആരാണ്? ടിപ്പു സുൽത്താനാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ജാക്കോബിൻ ക്ലബ്ബ് എന്താണെന്ന് അന്വേഷിക്കണം. എന്താ ഈ ജാക്കോബിൻ ക്ലബ്ബ്? അപ്പൊ നിങ്ങൾക്കറിയാം, അത് ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവായിരുന്നു റോബോസ്പിയർ. അപ്പൊ റോബോസ്പിയറും ജാക്കോബിൻ ക്ലബ്ബും ഓക്കെ, ലോങ് മാർച്ചും മാവോസത്തുങ്ങും ഓക്കെ. ഇതാ പാഠം നന്നായിട്ടൊന്ന് പഠിച്ചു പോകുന്ന ആൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കറിയാം 1ഉം 4ഉം എന്താണ്? ശരിയായ ജോഡികളാണ്. 1ഉം 4ഉം എവിടെയും വരാൻ പാടില്ല. അപ്പൊ ഇത് ഒഴിവായി. 1 ഉണ്ട് ഇവിടെ ഒഴിവായി. 1 മാത്രം എന്നുള്ളതും ഒഴിവായി. കണ്ടോ? ആൻസർ കിട്ടിയോ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണ്ട. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? ജാക്കോബിൻ ക്ലബിൽ ആരംഗത്വം എടുത്തു? നമ്മുടെ ഇദ്ദേഹം അംഗത്വം എടുത്തു എന്നുണ്ട്. ടിപ്പു സുൽത്താൻ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇന്ത്യയും ഫ്രഞ്ച് വിപ്ലവവും എന്ന് പറയുന്ന ഒരു ചെറിയ കോളമുണ്ട് അവിടെ. അപ്പൊ ജാക്കോബിൻ ക്ലബ്ബ് നിങ്ങൾക്ക് അറിയില്ല. ഉടൻ നിങ്ങൾക്ക് ChatGPTയോ ഗൂഗിൾ ജെമിനിയോ, വാർത്തകൾ ശരിയായി കൊള്ളുന്നില്ല, ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി ജാക്കോബിൻ ക്ലബ്ബ് എന്താണ്. ഇപ്പൊ ഗൂഗിൾ ജെമിനി ഉപയോഗിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് മലയാളത്തിൽ അടിച്ചാൽ തന്നെ അതിന് ഉത്തരം തരാൻ പറ്റും. ബാക്കിയുള്ളതൊന്നും അങ്ങനെ ഉത്തരം തരില്ല. അല്ലെങ്കിൽ ChatGPTയിൽ അടിച്ചു നോക്കും. എന്നിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ഇന്റർനെറ്റിൽ നിന്ന് തിരഞ്ഞാൽ നിങ്ങൾക്ക് വിഷയം കിട്ടുമോടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ജാക്കോബിൻ ക്ലബ്ബ് ഫ്രാൻസിലെ ഒരു പ്രധാനപ്പെട്ട എന്തായിരുന്നു? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ ജാക്കോബിൻ ക്ലബിന്റെ പ്രധാന നേതാവായിരുന്നു റോബോസ്പിയറിനെ വധിക്കുന്നതോടുകൂടി ജാക്കോബിൻ ക്ലബ്ബ് അവസാനിച്ചു. ഇത്രയൊന്നും കിട്ടുന്നില്ലെങ്കിലും ഈ ഹിന്റ് കിട്ടും നിങ്ങൾക്ക്. അത് നിങ്ങൾ ആ പുസ്തകത്തിന്റെയോ നിങ്ങളുടെ നോട്ടിന്റെയോ സൈഡിൽ എഴുതി വെക്കണം. സോ അവിടെ നിങ്ങൾക്കറിയാം, റോബോസ്പിയർ ജാക്കോബിൻ ക്ലബ്ബും ശരിയാണ്.
ലോങ് മാർച്ചും ശരിയാണ്, മാവോസത്തും. ബാക്കി രണ്ടും SCRT ബുക്കിൽ ഇല്ല, നമ്മൾ കണ്ട PSC ക്വസ്റ്റ്യൻ പേപ്പറിലും ഇല്ല. പക്ഷേ നോക്കൂ, ഈ രണ്ടെണ്ണം വരുമ്പോൾ ഇത് രണ്ടെണ്ണം ശരിയാണ്, ഇത് രണ്ടെണ്ണം ശരിയാണ് എന്ന് വരുമ്പോൾ 1ഉം 4ഉം തെറ്റായ ജോഡിയിൽ വരാൻ പാടില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നോക്കൂ, 2, 4 തെറ്റല്ല, അതിന് 4 തെറ്റല്ല, അതുകൊണ്ട് തെറ്റായ ജോഡിയിൽ അത് വരാൻ പാടില്ല. 1 മാത്രം, 1 തെറ്റല്ല, അതുകൊണ്ട് അത് വരാൻ പാടില്ല. 1, 3 ഒന്നുണ്ട്, 1 തെറ്റല്ല. അപ്പൊ പിന്നെ 3 മാത്രം എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് അറിയാതെ തന്നെ എത്താൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നിങ്ങൾക്കറിയാം, ഏപ്രിൽ തിസീസ് VI ലെനിനുമായി ബന്ധപ്പെട്ട തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ അല്ല. സ്പിരിറ്റ് ഓഫ് ലോ നമുക്ക് പഠിക്കാം, പക്ഷെ പുസ്തകത്തിൽ അതിന്റെ സൂചനകളുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആ 4 ചോദ്യങ്ങളും 4 2 6 ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പഠിച്ചു പോകുന്ന ആൾക്ക് ഇതിലത്തെ 6 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് വരെ ഇതേവരെ ചർച്ച ചെയ്ത 6 ചോദ്യങ്ങളും ആൻസർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ പവർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റാവുന്ന യഥാർത്ഥ ദിശാസൂചികയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പക്ഷെ അത് പഠിക്കേണ്ട പോലെ പഠിച്ചിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, പഠിച്ചത് ഉറപ്പിച്ചു പോവുകയും ചെയ്യാം. എന്താ ഏപ്രിൽ തിസീസ് എന്ന് പറയുന്നത്? 1917. ഇനി ഏപ്രിൽ തിസീസിനെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ ആ ഏപ്രിൽ തിസീസിനെ കുറിച്ച് പഠിച്ചിരിക്കണം നിങ്ങൾ. 1917 ഏപ്രിലിൽ സ്വിറ്റ്സർലൻഡിൽ പ്രവാസത്തിലായിരുന്ന ആര്? ലെനിൻ. നമുക്ക് ഒന്നാമത്തെ പാഠം പഠിക്കുമ്പോൾ നമുക്കൊന്ന് പഠിക്കാം, അല്ല നമ്മൾ അതിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ ലെനിൻ ഫിൻലൻഡ് വഴി പെട്രോഗ്രാഡിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ബോൾഷെവിക് നേതാവ് വ്ളാഡിമിർ ലെനിൻ പുറപ്പെടുവിച്ച 10 നിർദ്ദേശങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു ഇത്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം ഒരു എന്തും കൂടി നല്ലതാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല അറ്റ്ലസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ മൊബൈലിൽ കിട്ടും, ഫിൻലൻഡ് റഷ്യ എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ മൊബൈലിൽ കിട്ടും. ഇപ്പം സ്വിറ്റ്സർലൻഡിൽ നിന്ന് എവിടേക്ക് വരികയാണ്? ഫിൻലൻഡ് വഴി പെട്രോഗ്രാഡിലേക്ക് വരികയാണ്. ഏത് നേതാവ്? ബോൾഷെവിക് നേതാവ്. ബോൾഷെവിക് നേതാവായിരുന്നു വ്ളാഡിമിർ ലെനിൻ. അദ്ദേഹം നൽകിയ 10 നിർദ്ദേശങ്ങളുടെ പരമ്പരയായിരുന്നു. റഷ്യയിലെ സഹ ബോൾഷെവിക്കുകൾക്കും പ്രവാസത്തിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങുന്നവർക്കും വേണ്ടിയായിരുന്നു ഈ പ്രബന്ധങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ധാരണ വേണമെങ്കിൽ നിങ്ങൾ റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് ആ പുസ്തകം ഒന്ന് വായിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഏത് പുസ്തകം? വലിയ പുസ്തകമൊന്നും വായിക്കേണ്ട, 10ാം ക്ലാസ്സിലെ 1ാം പാഠം, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള പാഠം. സോവിയറ്റുകൾ സംസ്ഥാന അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ പ്രവാസത്തിൽ നിന്ന് റഷ്യയിലേക്ക് മടങ്ങുന്നവർക്കും വേണ്ടിയായിരുന്നു ഈ പ്രബന്ധങ്ങൾ. ഏത് പ്രബന്ധങ്ങൾ? ഏപ്രിൽ തിസീസ് എന്ന് പറയുന്ന പ്രബന്ധങ്ങൾ. സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളി കൗൺസിലുകൾ. ആ തൊഴിലാളി കൗൺസിലുകളോട് സംസ്ഥാന അധികാരമല്ല, ആ രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. സോവിയറ്റുകൾക്ക് എല്ലാ അധികാരവും എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയം പോവും. നമ്മൾ ഒരു വിപ്ലവം നമുക്ക് വിശദീകരിക്കാം, ഫ്രാൻസിന്റെ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. അതെന്തിനാ വിശദീകരിക്കണമെന്ന് ഞാൻ പറയാം. അപ്പൊ താൽക്കാലിക ഗവൺമെന്റിലെ ലിബറൽസ്, സോഷ്യൽ റവല്യൂഷണറീസ് എന്നിവരെ അപലപിച്ചു. ബോൾഷെവിക്കുകൾ സർക്കാരുമായി സഹകരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തു. ബോൾഷെവിക്കുകളും മെൻഷെവിക്കുകളും ഉണ്ടായിരുന്നു അവിടെ. പുതിയ കമ്മ്യൂണിസ്റ്റ് നയങ്ങൾക്കായി ആഹ്വാനം ചെയ്തു. ജൂലൈ ദിനങ്ങളും ജൂലൈ ഡേയ്സ് ഒക്ടോബർ വിപ്ലവത്തെയും ഏപ്രിൽ തിസീസുകൾ സ്വാധീനിച്ചു. ഞാനിപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് സുഖമായിട്ട് കയറും. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോഴും വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, റോബോസ്പിയർ എന്ന് പറഞ്ഞാൽ ജാക്കോബിൻ ക്ലബ്ബ് കറക്റ്റ് ആണ്. എന്താ റോബോസ്പിയർ എന്ന് പറയുന്നത്? മാക്സിമിലിയൻ റോബോസ്പിയർ ആയിരുന്നു ഒരു വിപ്ലവത്തിന്റെ പ്രധാന നേതാവായിരുന്നു. ഒരു ചോദ്യം വന്നതുകൊണ്ട് അത് SCRT ബുക്കിൽ നിന്നല്ല വന്നത് എന്നുള്ളതുകൊണ്ട് റോബോസ്പിയറിനെ കുറിച്ച് SCRT ബുക്കിൽ പറയുന്നുണ്ട്. പക്ഷേ അത് റോബോസ്പിയറിനെ കുറിച്ച് ജാക്കോബിൻ ക്ലബ്ബുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഞാൻ അവിടെ വീണ്ടും പറയുന്നു, നിങ്ങൾ വെറുതെ കണ്ണോടിച്ച് വായിച്ച് പഠിച്ചു പോയി ഇന്റലിജന്റ് ഗസ്സിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇന്റലിജന്റ് ഗസ് ആവശ്യമാണ് നമുക്ക്, ചരിത്രത്തിലൊക്കെ വളരെ ആവശ്യമാണ്. അങ്ങനെ ചരിത്രം മൊത്തം പഠിച്ചു പോകാനൊന്നും
ഒരു 10ാം ക്ലാസ്സിന്റെ PSC പരീക്ഷയാണല്ലോ നമ്മൾ എടുക്കുന്നത്. മലമറിക്കൊന്നും വേണ്ട, കുറച്ചെണ്ണം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് ഉത്തരം എഴുതാൻ പറ്റാവുന്നതാണ്. പക്ഷേ ഇതെന്ത് ആലോചിക്കും? റോബസ്പിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം വെറുതെ വായിച്ചു പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെ മാത്രമേ കാണുള്ളൂ? ടിപ്പു സുൽത്താനെ മാത്രമേ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കും റോബോസ്പിയർ എന്തുമായി ബന്ധപ്പെട്ടതല്ല, അല്ല സോറി, ജാക്കോബിൻ ക്ലബ്ബ് ആരുമായി ബന്ധപ്പെട്ടതല്ല, റോബോസ്പിയറുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വിചാരിക്കും. കാരണം റോബോസ്പിയറിനെ കുറിച്ച് ആ പാഠഭാഗം പറയുന്നുണ്ട്, അത് ഭീകര പ്രവർത്തനവുമായിട്ടാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ റോബോസ്പിയർ ക്ലബിൽ അംഗത്വം നേടി, തീർച്ചയായും ഫ്രഞ്ചിലെ മറ്റൊരു നേതാവായിരുന്ന റോബോസ്പിയറും ജാക്കോബിൻ ക്ലബിൽ അംഗത്വം നേടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ റോബോസ്പിയറിനെ കുറിച്ച് അന്വേഷിക്കും, ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് അന്വേഷിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം ജാക്കോബിൻ ക്ലബും റോബോസ്പിയറും തമ്മിൽ ബന്ധമുണ്ട്. ആ പുസ്തകം വായിച്ചു പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് പരിചയമല്ലാത്ത ഒരു കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങളുടെ തലയിലേക്ക് കയറുകയും ചെയ്യും, ഈ പഠനം രസകരമാവുകയും ചെയ്യും. എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ മുങ്ങിത്തപ്പണ്ട. 1793 മുതൽ 1794 വരെ, 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെയുള്ള ഭീകരവാഴ്ചയുടെ കാലത്തെ, അത് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട് കേട്ടോ, ആ ഭീകരവാഴ്ചയുടെ കാലത്തെ പ്രധാന വക്താവായിരുന്നു റോബോസ്പിയർ. അഴിമതിയില്ലാത്ത ആളായിരുന്നു, പക്ഷെ ഭയങ്കര കാർക്കശ്യക്കാരനായിരുന്നു. ജനാധിപത്യത്തിന്റെയും സാമൂഹിക നീതിയുടെയും വക്താവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ രീതികൾ, എതിരാളികളോടുള്ള രീതികൾ വളരെ ക്രൂരവും അടിച്ചമർത്തുന്നതുമായിരുന്നു. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആയുധം കൊണ്ട് ആളുകളെ വധിച്ചിരുന്നു. 1794 ജൂലൈയിൽ നാഷണൽ കൺവെൻഷനിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തലയെറുക്കുകയും ചെയ്തു. എപ്പോഴും മനക്കുക, നീതിക്ക് വേണ്ടിയാണെങ്കിലും വാളെടുത്തവൻ വാളാൽ എന്നവിടെ കാണാൻ പറ്റും. അപ്പൊ 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ റോബോസ്പിയർ ഫ്രാൻസിലെ പ്രധാനിയാണ്. ജാക്കോബിൻ ക്ലബിന്റെ പ്രധാന നേതാവാണ് റോബോസ്പിയർ. പക്ഷേ ആ കാലം ഭീകരവാഴ്ചയുടെ കാലമാണ്. ഗില്ലറ്റിൻ എന്നുള്ള ആയുധത്തെക്കുറിച്ച് ഓർക്കണം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ ക്ലബ്ബായിരുന്നു ജാക്കോബിൻ ക്ലബ്ബ്. പാരീസിലാണ് ഇത് സ്ഥാപിതമാകുന്നത്. റോബോസ്പിയർ, ജീൻ പോൾ മറാത്ത്, ജോർജ് ഡാന്റൺ തുടങ്ങിയ വിപ്ലവ നേതാക്കൾ ജാക്കോബിൻ ക്ലബിൽ അംഗങ്ങളായിരുന്നു. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സ്ഥാപനത്തിനും രാജവാഴ്ചയുടെ അവസാനത്തിനും ജാക്കോബിൻ ക്ലബ്ബ് നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. ഭീകരവാഴ്ച അതിന്റെ പങ്കിനെ തുടർന്ന് 1794 ജാക്കോബിൻ ക്ലബ്ബ് അടച്ചുപൂട്ടി. അപ്പൊ റോബോസ്പിയറും ജാക്കോബിൻ ക്ലബ്ബും തമ്മിലുള്ള ബന്ധം എന്താണ്? ജാക്കോബിൻ ക്ലബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ക്ലബിനുള്ളിലെ ഏറ്റവും തീവ്രവാദ വിഭാഗത്തിന്റെ നേതാവ്, ഭീകരവാഴ്ചയ്ക്ക് പിന്നിലെ നേതാവ്. റോബോസ്പിയറിന്റെ വീഴ്ചയ്ക്ക് ശേഷം ജാക്കോബിൻ ക്ലബ്ബ് അടച്ചുപൂട്ടി. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകര സമാനമായ ഭരണം അറിയപ്പെട്ടിരുന്നത് ഭീകരവാഴ്ച എന്നായിരുന്നു. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായിരുന്നു റോബോസ്പിയർ. പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ മറ്റ് 2 അംഗങ്ങളെ അറിഞ്ഞിരിക്കണേ. മിറാബോ ഡാന്റൺ, ഇത് SCERT ബുക്കിലുള്ളതാണ്. ഇത് SCERT ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ്? ഞാനിനി ചോദ്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ? PSCക്ക് വരുന്ന ചോദ്യങ്ങൾ. സാധാരണ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് LDC മെയിൻസിനും മറ്റു ചോദ്യങ്ങൾക്കും വരുന്നതിൽ മിക്കവാറും SCERT ബുക്കുന്ന. നേരത്തെ ഒരു ചോദ്യവും വഴിതെറ്റിപ്പോയിട്ടില്ല. അതും SCERT ബുക്ക് നന്നായി പഠിച്ച് അതിന്റെ അനുബന്ധ കാര്യങ്ങൾ കൂടി ഒന്ന് ചെറുതായി മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് ആ ചോദ്യവും SCERT ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വെച്ച് ഈ 2 എണ്ണവും ഉത്തരം എഴുതാം. അപ്പൊ 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ, 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവ് റോബോസ്പിയർ. പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ മിറാബോ ഡാന്റൺ. ഓർത്തു വെക്കണം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇന്നെ നടിച്ചു നോക്കൂ, ആരാണ് ഈ മിറാബോ, ആരാണ് ഡാന്റൺ? അതിന്റെ സൈഡിൽ കാണാപ്പാടം പഠിക്കേണ്ട, വെറുതെ ഒന്ന് എഴുതി വെച്ച് നോക്കൂ. ഭീകരവാഴ്ച സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ.
ഇനി ഈ മറ്റേ എന്തിനെ കുറിച്ച് പറയുന്നില്ല, ഇത് SCERT ഭാഗം പറയുന്നത് കണ്ടോ, അവിടെ ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരി. ആ സമയത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ജാക്കോബിൻ എന്താ, ഗില്ലറ്റിൻ എന്താന്ന് വെറുതെ അടിച്ചു നോക്കടോ, പഠനം രസകരമായിട്ട് മാറും. അപ്പൊ SCERT ബുക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്തു പോകും, ഒരു സംശയവും വേണ്ട. പക്ഷെ പഠിക്കേണ്ട രീതിയിലായിരിക്കണം പഠനം എന്ന് മാത്രം. ഫ്രഞ്ച് വിപ്ലവം, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാര്? ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഈ ചോദ്യം പഠിക്കാൻ നിങ്ങൾ എവിടെയും പോണ്ട, SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാരാണ്? റൂസോ. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 ആയിരുന്നു. തെറ്റാണ്, ലൂയിസ് 16 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേറെ എവിടെയും പോട്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് മതിയല്ലോ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇല്ല. 2020 മുതൽ 2024 വരെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ ലൂയിസ് 16 ആയിരുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന യോജിക്കാത്ത പ്രസ്താവനയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, യോജിക്കാത്ത പ്രസ്താവനയാണ്. അപ്പൊ ആൻസറിൽ ആരുണ്ടായിരിക്കണം? ഒന്നുണ്ടായിരിക്കണം. ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നോക്കൂ, 2 എണ്ണത്തെ ഒഴിവാക്കി നമ്മള്. ഇനി ബാക്കി 2 എണ്ണം മാത്രം നോക്കിയാൽ മതി. തെറ്റായ പ്രസ്താവനകൾ എടുത്ത് ലിസ്റ്റ് ചെയ്യാനാണ്. അതിൽ ഒന്നുണ്ടായിരിക്കണം. അപ്പൊ 2ഉം 4ഉം ഇല്ല, 2ഉം 3ഉം 4ഉം ഇല്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം എന്ത് വരാൻ പാടില്ല? 2 വരാൻ പാടില്ല. എന്തിൽ വരാൻ പാടില്ല? തെറ്റായ പ്രസ്താവനയിൽ വരാൻ പാടില്ല. ഇതാ ഇവിടെ വന്നിരിക്കുന്നു 2. കഴിഞ്ഞില്ല, ആൻസറിലേക്ക് എത്തിയില്ലേ? 1ഉം 3ഉമാണ്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ഇല്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ്. നമുക്കറിയാം അതും തെറ്റാണ്. കാരണം എന്താ? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. ഇതും തെറ്റാണ്. അപ്പൊ 1ഉം 3ഉമാണ് തെറ്റ്. ബാക്കി മൊണ്ടസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകന്മാരായിരുന്നു. മുഴുവൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആളുകളല്ല, പക്ഷെ ഇവരൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ആളുകളായിരുന്നു. പക്ഷെ 4ാമത്തെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ജോൺ ലോക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പാഠപുസ്തകം പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സംശയം ഉണ്ടാവും. പക്ഷെ പാഠപുസ്തകം നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സംശയം ഉണ്ടാവില്ല. 4ലേക്ക് നിങ്ങൾ എത്തണ്ട. 1ഉം 2ഉം എത്തുമ്പോൾ തന്നെ നിങ്ങൾ ആൻസറിലേക്ക് തന്നെത്താൻ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോകാം. അതുകൊണ്ട് ഇവിടെ ഉത്തരം ആൻസർ B 1, 3 ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ പലരും നിങ്ങളോട് പറയും നിങ്ങൾ NCERT ബുക്കിലേക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് കയറിക്കോ. ആകെ 2 ചോദ്യവുമാണ് ഈ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ NCERT ഡിഗ്രി ലെവൽ ചരിത്രം ഇതൊക്കെ പഠിക്കുന്ന നേരം നിങ്ങൾക്ക് വേറെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പഠിച്ച് നന്നായി എടുക്കല്ലേ നല്ലത്. ഞാൻ കാണിച്ചു തന്നു. ഞാൻ പറയുന്ന ശൈലിയിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം പഠിച്ചു പോയാൽ മതി? SCERTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിച്ചു പോയാൽ മതി, പ്ലസ് PSC ബുള്ളറ്റിൻ. ഈ 3 എണ്ണം ചേർന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള 6 ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERTയും കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ എങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി പറയാം. വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവമാണ്. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പറഞ്ഞത് ലൂയി 14. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ചക്രവർത്തി ലൂയി 16. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ പണ്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. മേരി ആന്റോയിനെറ്റിനെ കുറിച്ച് പറഞ്ഞതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ചോദിച്ചത് മേരി ആന്റോയിനെറ്റ്. മേരി ആന്റോയിനെറ്റ് ആരായിരുന്നു? ഫ്രാൻസിന്റെ രാജ്ഞിയായിരുന്നു. ഫ്രാൻസിൽ വിപ്ലവം നടക്കുന്ന സമയത്തെ ചക്രവർത്തിയായ ലൂയി 16 ഭാര്യയായിരുന്നു.
ആഡംബരം, വിഡ്ഢിത്തം ഒക്കെ നിറഞ്ഞവരാണ് എന്നുള്ളതാണ് കഥ. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് അവർ പറഞ്ഞതായി കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വാചകം അവർ പറഞ്ഞതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്തായാലും 1793 ജനുവരി 21 ഫ്രഞ്ച് വിപ്ലവകാരികൾ മേരി ആന്റോയിനെറ്റിനെ ഗിലോട്ടിനിൽ വെച്ച് വധിച്ചു. മേരി ആന്റോയിനെറ്റിനെയും അതുപോലെ തന്നെ ലൂയി 16 ആരുടെ കാലത്തായിരിക്കും അത്? റോബോസ്പിയറിന്റെ കാലത്ത്. അദ്ദേഹം ഏതിലാണ് അംഗമായിരുന്നത്? ജാക്കോബിൻ ക്ലബിൽ. ജാക്കോബിൻ ക്ലബ് ഏതാ? ഫ്രാൻസിലെ വലിയൊരു അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ ജാക്കോബിൻ ക്ലബിൽ ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയ പ്രസ്ഥാനം, ആ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഒരു ഇന്ത്യക്കാരുണ്ടല്ലോ, ടിപ്പു സുൽത്താൻ. അങ്ങനെ ഓർത്തു വെക്കണം ആ പേര് കിട്ടുമ്പോൾ. എന്തായിരുന്നു ഫ്രാൻസിന്റെ ഭരണത്തെക്കുറിച്ച് SCERT ബുക്ക് പറയുന്നത്? 17, 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ അധികാര കേന്ദ്രം ഏതായിരുന്നു? വേഴ്സായി കൊട്ടാരമാണെന്ന് പറയുന്നുണ്ട്. ബൂർബൻ രാജാക്കന്മാരാണ് അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. അത് പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണം ഏകാധിപത്യ ഭരണമാണ്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഓർത്തുവെക്കണം. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിപ്പിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഒരു PSC ചോദ്യം വരാം. ഇത് PSC ടെക്സ്റ്റ് ബുക്കിലുള്ള, ആരാ പറഞ്ഞതൊന്നുമില്ല, നിങ്ങൾ അവിടേക്ക് പോയാൽ തെരഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസിൽ 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ പാസീവായി വായിച്ചു പോകരുത്. വേണമെങ്കിൽ PSC ഒരു ചോദ്യം ചോദിക്കാം, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇതേത് സന്ദർഭത്തിലാണ് ഈ പ്രസ്താവന വരുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രസ്താവന വരാനുള്ള കാരണം എന്താ? ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. 10ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചു. രാജ്യമാകെ പട്ടിണിയാ. പക്ഷെ 10ാമത്തെയാൾ 3 എസ്റ്റേറ്റുകൾ, ബഹുഭൂരിഭാഗവും 3ാമത്തെ എസ്റ്റേറ്റാ. 1ാമത്തെയും 2ാമത്തെയും എസ്റ്റേറ്റിലുള്ളവർ വളരെ കുറവാ. അവർക്ക് സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. അതാണ് 10ാമത്തെയാൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത്. അജീർണം കൂടുതൽ കഴിച്ചിട്ടാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്ക് പറയണതാ. ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഇവ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. പ്രഥമ എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ് പുരോഹിതന്മാർ. എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. സൈന്യത്തിലെയും ഭരണത്തിലെയും ഉയർന്ന പദവികൾ, വിശാലമായ ഭൂപ്രദേശം. ആർക്ക്? 1ാമത്തെ എസ്റ്റേറ്റ്. ദ്വിതീയ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. സൈനിക സേവനം നടത്തണം. സൈന്യത്തിലെ ഉന്നത പദവി പുരോഹിതന്മാർക്ക്. സൈനിക സേവനം നടത്തണം. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചെടുക്കുന്നു. മറ്റവർക്ക് ഒരു നികുതി അടയ്ക്കണ്ട. ഇവരാണ് ദ്വിതീയ എസ്റ്റേറ്റാണ് നികുതി പിരിച്ചെടുക്കുക. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു. ശമ്പളം കൊടുക്കാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കും. ഇവരും നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു. എന്നാൽ 3ാമത്തെ എസ്റ്റേറ്റോ, അത് സാധാരണക്കാർ, കർഷകർ, കച്ചവടക്കാർ, തൊഴിലാളികൾ, മധ്യവർഗം. ഭരണത്തിലെ യാതൊരു അവകാശവുമില്ല. താഴ്ന്ന സാമൂഹിക പദവി. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. പണിയെടുക്കില്ല, പക്ഷേ പണിയെടുക്കണ ഒരു നികുതി കൊടുക്കണം. ഇപ്പൊ ഫ്രഞ്ച് സമൂഹം ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. 1ാമത്തെ എസ്റ്റേറ്റ് കർഷകരിൽ നിന്ന് തിതേ എന്നുള്ള നികുതി പിരിച്ചു. എല്ലാ തരം നികുതികളിൽ നിന്നും ഒഴിവായി. ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ. 2ാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ഭരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതി ഇല്ല, ആഡംബര ജീവിതം നയിച്ചു. വലിയ ഭൂപ്രദേശം. 3ാമത്തെ എസ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട്? കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്, അഭിഭാഷകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, ബാങ്കർമാരുണ്ട്. ഇവരൊക്കെ മധ്യവർഗം. കർഷകരും കൈത്തൊഴിലുകളും അടങ്ങിയ സാധാരണ വർഗം. ഭരണത്തിൽ ഒരു അവകാശവുമില്ല. തെലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. ആരാത് പിരിച്ചിരുന്നത്? തെലേ എന്നുള്ള നികുതി. നോക്കൂ, കർഷകരിൽ നിന്ന് തിതേ എന്നുള്ള നികുതിയാണ് പുരോഹിതന്മാർ പിരിച്ചിരുന്നത്. തെലേ എന്നുള്ള നികുതി അവർ സർക്കാരിന് നൽകേണ്ടതാണ്. താഴ്ന്ന സാമൂഹിക പദവിയാണ്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരെ കുറിച്ച് പറയുന്നുണ്ട് ആ പുസ്തകം. അതിൽ പറയുന്നു ദ സോഷ്യൽ കോൺട്രാക്ട്. കണ്ടുവോ? PSCക്ക് വന്ന ചോദ്യം അത് വിടുന്ന. റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിച്ചു.
റൂസോ ആണ് റിപ്പബ്ലിക് എന്നുള്ള ആശയം അവതരിപ്പിക്കുന്നത്. എന്താ റിപ്പബ്ലിക്? ആലോചിക്കണം. എന്താ റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. എന്താ റിപ്പബ്ലിക് എന്ന് ആലോചിക്കണം. ജസ്റ്റ് ഒന്ന് GPT അടിച്ചു നോക്കൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. റിപ്പബ്ലിക് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ രാഷ്ട്രത്തലവനാകുന്ന സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റ് എന്നുള്ള പാഠത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ രാഷ്ട്രത്തലവനാകുന്ന സംവിധാനത്തെയാണ്. CRT ബുക്കിലുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, ചെറിയ ഡിസ്ക്രിപ്ഷൻ കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്ടയർ എന്താ പറഞ്ഞത്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ വിമർശിച്ചു. പ്രധാന കൃതി അത് ദ ഏജ് ഓഫ് ലൂയി 16. ലൂയി 16 ആരുടെ കാലത്തെ? ഫ്രഞ്ച് വിപ്ലവകാലത്തെ ചക്രവർത്തി. വോൾട്ടയർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പുരോഹിതന്മാരുടെ ചൂഷണത്തെക്കുറിച്ച് പരാമർശിച്ചു. അപ്പൊ അയാൾ എന്നല്ലേ ദ ഏജ് ഓഫ് ലൂയി, 1ാം എസ്റ്റേറ്റ് പെട്ടതാണല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. മൊണ്ടസ്ക്യൂ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിക്കണം എന്ന് വാദിച്ചു. അല്ലെ? നിങ്ങൾ നമ്മുടെ ഗവൺമെന്റ് എന്ന് പാഠം പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് എത്രാം ക്ലാസ്സിലെ പാഠമാണ്? 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നത്? ഏതൊരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിലും 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നെന്താണ്? നിയമനിർമ്മാണം. ഇന്ത്യയിലെ നിയമനിർമ്മാണ വിഭാഗം ഏതാണ്? പാർലമെന്റ് ആണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഉൾപ്പെട്ടതാണ്? ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ. അല്ലേ? ഇതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, പക്ഷെ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പ്രത്യേക ചുമതലകളാൽ പാർലമെന്റിന്റെ അവിഭാജ്യ ഭാഗമാണ്. പഠിക്കണം. അപ്പൊ അത് ഒന്ന് ഓർക്കണം. മൊണ്ടസ്ക്യൂ ആണ് ഈ ആശയം മുന്നോട്ട് ആദ്യം വെക്കുന്നത്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം. ഇനി ഏതൊരു ആധുനിക ജനാധിപത്യ സംവിധാനത്തിലും കാര്യനിർവഹണ വിഭാഗമുണ്ട്. നമ്മുടെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഹെഡ് ആരാണ്? രാഷ്ട്രപതിയാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉണ്ട്, പാർലമെന്റ് ഇല്ല. പാർലമെന്റ് നിയമനിർമ്മാണത്തിലാണ് വരുന്നത്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും രാഷ്ട്രപതിയും ഉണ്ട് കാര്യനിർവഹണ വിഭാഗത്തിൽ. ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഭാഗമായിട്ടാണ് മാറുന്നത്. ഇനി നീതിന്യായമുണ്ട്. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും സ്വതന്ത്രമായ നിയമനിർമ്മാണവും കാര്യനിർവഹണത്തിൽ നിന്നും സ്വതന്ത്രമായ നീതിന്യായ വിഭാഗമുണ്ട്. അങ്ങനെ 3ആയി തരംതിരിക്കണമെന്ന് വിചാരിച്ചു. അല്ലെ? നമ്മുടെ നീതിന്യായ വിഭാഗത്തിലെ പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതി ആണ്. നിയമനിർമ്മാണത്തിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും അത് സ്വതന്ത്രമാണ്. ഭരണഘടന വ്യാഖ്യാനിക്കുക, നിയമങ്ങളെ വ്യാഖ്യാനിക്കുക എന്നൊക്കെ അതിന്റെ ചുമതലയാണ്. അദ്ദേഹത്തിന്റെ മൊണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതിയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത. ഇത് ഇപ്രാവശ്യ ചോദ്യത്തിൽ വന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. എൻ്റെ നോട്ടിലേക്ക് ഇത് എൻ്റെ നോട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന നമ്മുടെ നോർമൽ ക്ലാസ്സിന്റെ നോട്ടിലേക്ക് അതും കൂടി ചേർത്തു. ഈ ചോദ്യം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ചേർത്തു. നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഈ ചോദ്യം എനിക്കറിയില്ല, ഞാൻ അത്ര അറിയില്ല, ഇത്ര ആളാണ് വിചാരിച്ചോളൂ. എൻ്റെ കുട്ടികൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആ ചോദ്യം ക്രാക്ക് ചെയ്യാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതന്നെയാണ് ഞാൻ നിങ്ങൾക്കും തരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ മാക്സിമം സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു 10-നടുത്ത് ചോദ്യങ്ങളാണ് നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെട്ടോട് നിങ്ങൾക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ആ സമയം നിങ്ങൾക്ക് മറ്റത് റിവൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഗുണം ചെയ്യണം. നിങ്ങൾക്ക് ധാരാളം ടൈമില്ല. PSC പരീക്ഷ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെന്റ് ആണ്. ടൈമിന് മാനേജ് ചെയ്യണം, നോളേജ് മാനേജ് ചെയ്യണം. നോളേജ് പരന്ന് കിടക്കുക, അവസാനിക്കാത്ത അത്രയാണ് നോളേജ്. അത് മുഴുവൻ പഠിച്ച് 10ാം ക്ലാസ്സിലെ PSC പരീക്ഷ എഴുതാൻ പോകുന്നു. 10th ലെവൽ PSC പരീക്ഷ എഴുതാൻ പോകേണ്ട നിങ്ങൾ IAS-നൊന്നുമല്ലല്ലോ പഠിക്കുന്നത്. ടൈം ആണെങ്കിലോ നിങ്ങളെടുത്ത് കുറവാ അല്ലേ? ഇനി ധാരാളം ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിട്ടാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കുറഞ്ഞ ടൈമിനെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അത് ഉറപ്പിക്കാൻ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതൊക്കെ ഉറച്ചാൽ നിങ്ങൾ ഇതിലേക്ക് കയറിക്കോ. അപ്പൊ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് കയറിക്കോ. അതുപോലെ തന്നെ നിങ്ങൾ എന്തിലേക്ക് കയറിക്കോ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളിലേക്കൊക്കെ കയറാം. ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ
പറയുന്നു, പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16 ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789. 1789 ഓർത്തു വെച്ചോ. എസ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം 3 അല്ലേ? 3 എസ്റ്റേറ്റ് അല്ലേ? പുരോഹിതന്മാരുടെ അല്ലേ? നമ്മൾ പഠിച്ചില്ലേ ഇങ്ങനെ 3 എസ്റ്റേറ്റുകൾ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ച എസ്റ്റേറ്റുകൾ ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ. ഏതൊക്കെ 2 എസ്റ്റേറ്റുകളാ? ആ 2 എസ്റ്റേറ്റുകളുടെ സ്ഥിതി എന്താ? ഒന്നിൽ പുരോഹിതന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്. ഇവരുടെ എണ്ണം കുറവാ. 3ാമത്തെ എസ്റ്റേറ്റിലാ സകല ആളുകളും ഉള്ളത്. അവര് പറഞ്ഞ് ഈ 3 എസ്റ്റേറ്റിനും ഓരോ പ്രതിനിധി. 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് വാദിച്ചത് 3ാമത്തെ എസ്റ്റേറ്റ്. വോട്ട് ചെയ്യുന്നതിന് തർക്കം തുടർന്നു. ഫ്രാൻസിലെ അങ്ങനെ തുടങ്ങുന്നതിൽ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആര്? 3ാമത്തെ സ്റ്റേറ്റ്. കോമൺസ് എന്നും 3ാമത്തെ സ്റ്റേറ്റിന് പേരുണ്ട്. ഞാനിതിൽ ചേർത്തിട്ടില്ല, അതും CRT ബുക്കിലുണ്ട്. കോമൺസ് എന്നറിയപ്പെടുന്നത് 3ാമത്തെ സ്റ്റേറ്റാണ്. സാധാരണക്കാർ അതാണ്. അവര് തൊട്ടടുത്ത 3ാമത്തെ എസ്റ്റേറ്റ്, 3ാമത്തെ അസംബ്ലി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1789 തന്നെയാണ് നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവവും 1789 തന്നെയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട 3 ആശയങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന സംഭവങ്ങൾ എന്താ? 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടു. ഫ്രാൻസിലെ ബൂർബൻ രാജവംശത്തിന്റെ അധികാര കേന്ദ്രമായ കോട്ടയാണ് ബാസ്റ്റിൽ കോട്ട എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെടുന്നത് 1789 ജൂലൈ 14 അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി കാണുന്നത്. 1789 ആഗസ്റ്റ് 26 മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഇതൊക്കെ PSC ടെക്സ്റ്റ് ബുക്കിലിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അറിഞ്ഞിരുന്നേ പറ്റൂ. ഒട്ടും പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതെങ്ങനെ പഠിക്കാം? ഇത് പഠിക്കാൻ നമുക്കൊരു നമ്പർ പെഗ് സിസ്റ്റം ഉണ്ട്. ഞാൻ ഇവിടെ ഞാൻ പറയുന്നില്ല. ഒരു നമ്പർ പെഗ് സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സിലോ ഉള്ള കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ സംഭവം ശരിയായി. വീട്ടമ്മമാരാണെങ്കിൽ അവരോട് തമാശയ്ക്ക് ഈ നമ്പർ പെഗ് ഉപയോഗിച്ചൊരു കഥ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. 1792 സെപ്റ്റംബർ 22 രാജവാഴ്ച അവസാനിക്കുകയും ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1793 ജനുവരി 21 മേരി അന്റോയിനേറ്റ് വധിക്കപ്പെട്ടു. ആരായിരിക്കും? അന്ന് നമുക്കറിയാലോ ഭീകരവാഴ്ചയുടെ കാലമാണ്. മേരി അന്റോയിനേറ്റ് ആരുടെ ഭാര്യയാണ്? ലൂയി 16 അതും അങ്ങനെയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജോലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റർനിക്ക പറഞ്ഞ അഭിപ്രായമാണിത്. മറന്നുപോണ്ട. ഇതൊക്കെ എങ്ങനെ പഠിക്കുക? മെറ്റർനിക്ക. നിങ്ങൾ മെമ്മോറിസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെമ്മറി പാലസ് ഉണ്ടാക്കുക. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ വഴി ആവർത്തിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് അത് തന്നെത്താൻ കയറിക്കോളും. ഒറ്റ ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാനല്ല ഞാൻ പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവം അതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ മറ്റെല്ലാ വിപ്ലവങ്ങളെയും സ്വാധീനിച്ചു. പിന്നെ യൂറോപ്പിനെ പറയാനുണ്ടോ? അപ്പൊ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നാണ് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പറഞ്ഞു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന ആശയത്തിന്റെ പ്രചരണം ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ലോകത്തിനാകെ പകർന്നു കിട്ടിയതാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ വായിച്ചേ പറ്റൂ. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. അദ്ദേഹത്തിന്റെ ഒരു കാര്യം എടുത്തോളൂ. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം. എന്ന് പറഞ്ഞാൽ ഭരണം ദൈവദത്തമായ അധികാരമല്ല, ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയാണ്, സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്റ്റിൽ 2 കക്ഷികളുണ്ട്, അല്ലാതെ ഒരു കക്ഷിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നർത്ഥം. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു.
ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഈ ഫ്രഞ്ച് വിപ്ലവം 1789, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 789. മറ്റേനൊക്കെ നമ്പർ പെഗ് ഉപയോഗിക്കുക. മറ്റ് പല ക്ലാസ്സുകളിലും ഞാൻ നമ്പർ പെഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1789 10 വർഷം കൂട്ടിയാൽ 1799 ആയി. അതാണ് ഫ്രാൻസിൽ നെപ്പോളിയൻ വരുന്ന കാലം. ഏകാധിപതിയാണ്, പക്ഷെ ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമസ്ഥരാക്കി. പുരോഹിതന്മാരുടെ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഇത് മുഴുവൻ നിങ്ങൾക്കറിയോ? ഇത് മുഴുവൻ പഠിച്ചിട്ട് വേണം നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാൻ. കാരണം എന്താ, ഞാനിപ്പോൾ ഈ കാണിച്ച ചോദ്യങ്ങൾ 2020 മുതൽ 2024 വരെ ഫ്രഞ്ച് വിപ്ലവവുമായി ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ഈ SCERT ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി വന്നതാ. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗം ഇതാണ്. നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെടുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ ആകമാനം വ്യാപിപ്പിക്കാമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെ അല്ല, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. വാട്ടർലൂ യുദ്ധം 1815 നെപ്പോളിയന്റെ പരാജയത്തിന് കാരണമായി. അപ്പൊ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം നടന്നത് 1688 ഇംഗ്ലണ്ടിലെ വിപ്ലവം നമ്മുടെ PSC പരീക്ഷയ്ക്കുണ്ട്, പക്ഷെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. മുൻകാല ചോദ്യ പേപ്പർ വെച്ച് പഠിക്കാനാണ് ഞാൻ പറയാറ്. നിങ്ങൾ ഇംഗ്ലണ്ട് പഠിച്ചിട്ടുമില്ല, പക്ഷെ നിങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ പാഠവും 2ാമത്തെ പാഠവും പഠിച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമോ? പറ്റും. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞു എന്ന വാട്ടർലൂ യുദ്ധം 1815. തെറ്റായ പ്രസ്താവന ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് മക്കളെ. 1818 നെപ്പോളിയത്തിന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം ഏതാ? 1818 തെറ്റല്ലേ? 1815 ഉത്തരമായില്ലേ? ഇനി ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം, ഈ ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതണം. ഇംഗ്ലണ്ടിന്റെ മഹത്തായ വിപ്ലവം 1688. ബന്ധപ്പെട്ട നിങ്ങളുടെ റാങ്ക് ഫയലോ മറ്റെന്തെങ്കിലും കാര്യം നോക്കി അത് കുറിച്ചു വെക്ക്. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. ശരിയാണ്. റഷ്യൻ വിപ്ലവം നടന്നത് 1917 ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ 2023 ചോദിച്ച ചോദ്യമാണ്. സോ ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു, SCERT ടെക്സ്റ്റ് ബുക്ക്, അത് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ മുഴുവൻ ഭാഗം വേണ്ട, നമ്മുടെ സിലബസിനനുസരിച്ച ഭാഗം, അതും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് അത് പഠിക്കേണ്ടത്. അപ്പൊ വളരെ വളരെ കുറഞ്ഞ ഭാഗങ്ങളെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും പറയും, PSC പഠനം എന്ന് പറയുന്നത് ഒരു മാരത്തനാണ്, അതൊരു സ്പ്രിന്റ് അല്ല. 3 മാസം കൊണ്ട് 2 മാസം കൊണ്ട് PSC പഠിക്കൂ, നേടിയെടുക്കൂ. പക്ഷെ ഇല്ലെങ്കിലും സർക്കാർ ജോലി കിട്ടുന്നത് വരെ എന്നുള്ളൊരു സമീപനം എടുക്കൂ. ജോലി കിട്ടുന്നത് വരെ ഞാൻ ഇത് ഓടിത്തീർക്കുമെന്ന് ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ മനസ്സൊന്ന് അടങ്ങുന്നത് കാണും. ഞാൻ ഏജ് ഓവർ ആയവർ കുറച്ച് ബേജാറാവും. ഏജ് ഓവർ ആവാത്തവരോടാണ് പറയുന്നത്, നിരന്തരമായിട്ട് പഠിക്കൂ. നിങ്ങൾക്കായി ഡിസൈൻ ചെയ്ത കോഴ്സ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ഹാബിറ്റ് ട്രാക്കർ സിസ്റ്റം ഉള്ള, നിങ്ങളുടെ ഹാബിറ്റിനെ നേരെയാക്കുന്ന, നിരന്തരമായി പഠിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഇതുപോലെ ChatGPTയോ വേറെ ഒന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് ഇത്തരം കണക്റ്റഡ് ഫാക്ട്സോട് കൂടി ക്ലാസ്സുകൾ കിട്ടുന്ന, ക്ലാസ്സുകൾ കഴിഞ്ഞാൽ അതിൽ എക്സാമുകൾ സ്ഥിരമായി നടക്കുന്ന, ഓരോ ദിവസവും എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി നിർദ്ദേശം തരുന്ന, എപ്പോൾ റിവിഷൻ നടത്തണമെന്ന് നിങ്ങൾക്ക് നിർദ്ദേശം തരുന്ന, നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിക്കാവുന്ന ഒരു പേഴ്സണലൈസ്ഡ് പ്ലാനോട് കൂടിയ കോഴ്സാണ്. 1 വർഷത്തേക്ക് 3500 രൂപ മാത്രം. ഇനി കോഴ്സിൽ ചേർന്നിട്ടില്ലെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി കിട്ടും. ഇതിൻ്റെയൊക്കെ PDF-ഉം ഇതിൽ നിന്നുള്ള എക്സാമുകളും ലഭ്യമാവും. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇട്ടു തുടങ്ങും. നമുക്ക് അതിൻ്റെ ഗ്രൂപ്പുകളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാനുള്ള ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ച് ഞാൻ കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.